Hello students, നമുക്ക് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ കാന്റിലിവറിന്റെ കണ്ടിന്യൂവേഷൻ. അപ്പോൾ നമുക്ക് ഇന്ന് കൂടുതൽ ലോഡുകൾ ആക്ട് ചെയ്യുന്ന ഒരു കാന്റിലിവറിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇത് ട്യൂട്ടോറിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാം ഇന്നത്തെ ക്ലാസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം SFT ആൻഡ് BMD ഓഫ് ദ ബീം ഷോൺ ബിലോ. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന കാന്റിലിവർ ബീം. അപ്പോൾ 1, 2, 3, 4 4 പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സി തൊട്ട് ഇ വരെ, അതായത് 6 മീറ്റർ ലെങ്ത്തിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. അതായത് 2 kN/m ആണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലോഡ്. നൗ ടു ഫൈൻഡ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്, നമ്മൾ പോർഷൻ EF ആദ്യം കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കണ്ട, ഇത് ഫിക്സഡ് എൻഡ് അല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല സെക്ഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റിൽ ഇപ്പോൾ എത്ര പോർഷൻസ് ഉണ്ടാകുക? 1, 2, 3, 4, 5 പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ പോർഷനും നമുക്ക് റൈറ്റിൽ നിന്ന് 1 by 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യം EF എന്നുള്ള പോർഷനെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ പോർഷൻ EF, അപ്പോൾ ടേക്ക് എ സെക്ഷൻ ബിറ്റ്വീൻ E ആൻഡ് F. അപ്പോൾ ഈ ഇയുടെയും എഫിൻ്റെ ഇടയിലും ഒരു സെക്ഷൻ എടുത്തു. അതായത് എഫ് നിന്ന് എക്സ് ഡിസ്റ്റൻസിൽ ഒരു സെക്ഷൻ എടുത്തു. ഇപ്പോൾ അവിടെ എന്നിട്ട് റൈറ്റ് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. റൈറ്റിൽ നിന്ന് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. അപ്പോൾ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന കൂടി ഒറ്റ ലോഡേ ഉള്ളൂ, 4 kN. therefore ഷിയർ ഫോഴ്സ് ആക്ടിങ് അറ്റ് സെക്ഷൻ ഈസ് ഈക്വൽ ടു -4 kN. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സെക്ഷൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യണമെങ്കിൽ എന്താണ്, പോസിറ്റീവ് ആണെങ്കിൽ എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് താഴേക്കും നെഗറ്റീവ് മുകളിലേക്കായിരിക്കും റൈറ്റ് സൈഡ് വരുമ്പോൾ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇപ്പോൾ -4 ദെൻ 4 മുകളിലേക്കാണ്. അപ്പോൾ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വരച്ചു തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ എഫ് നിന്ന് ഒരു 4 kN മുകളിലേക്ക് എടുക്കുക. 4 kN എന്നുള്ളത് കുറച്ച് എമൗണ്ട് കാണിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ 4 mm എടുക്കാം. അപ്പോൾ ഒരു 4 mm എടുത്തിട്ട് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതായത് ഇവിടുന്ന് എഫ് തൊട്ട് ഇ വരെ വേറെ ഫോഴ്സുകളൊന്നുമില്ല. അതുകൊണ്ട് എഫ് തൊട്ട് ഇ വരെ 4 kN തന്നെയായിരിക്കും ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിൽ എടുത്ത് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം അവയെല്ലാം നല്ല കറക്റ്റ് എമൗണ്ടിൽ കിട്ടും, ഈ ഡിസ്ക് ഹൈറ്റുകളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 kN എന്ന് പറയുന്നത് 4 mm എടുക്കുക. അതായത് 1 mm എന്ന് പറയുന്നത് 1 kN ആണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയെല്ലാം കറക്റ്റായിട്ട് വരും. ഇനി കുറച്ചുകൂടി ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇരട്ടി എടുക്കാം. അതായത് 4 kN എന്ന് പറയുന്നത് 8 mm എടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ സൗകര്യം പോലെ വരയ്ക്കാം. ഇനി അത് ഒന്നെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പെർട്ടിക്കുലർ 4 kN കാണിക്കാൻ വേണ്ടി ഒരു ഹൈറ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ നമ്മൾ എടുക്കുകയാണ്. ഇനി ഇപ്പോൾ അവിടെ തന്നെ ആ സെക്ഷനിലെ മെൻറ്റി മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ടേക്ക് എ മൊമെൻറ്റ് അബൌട്ട് എക്സ്. അപ്പോൾ ഈ സെക്ഷനിൽ ടേക്ക് മൊമെൻറ്റ് അബൌട്ട് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആണ് 4 kN ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നെഗറ്റീവ് എടുക്കണം. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഒറ്റ ഫോഴ്സേ ഉള്ളൂ, അതായത് 4 kN ദെൻ -4 ക്ലോക്ക് വൈസ് ആണ് -4x. ഇതാണ് ബെൻഡിങ് മൊമെൻറ്റ് സെക്ഷനിൽ. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് x = 0 എന്ന് പറയുമ്പോൾ എൻ്റെ എഫ് ആണ്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് f = 0. അറ്റ് x = 4 ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് E എന്ന് പറയുന്നത് -4 × 4 16 kN. 16 kN ആണ്. അത് മുകളിലേക്കല്ല, ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ നെഗറ്റീവ് താഴേക്ക് തന്നെ എടുക്കുന്നത്. അപ്പോൾ 16 ഇവിടെ വരുമ്പോൾ 16 ആണ്, കണ്ടോ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഇനി അടുത്ത നമ്മൾ പോർഷൻ DE ആണ് എടുക്കുന്നത്. അപ്പോൾ DE എന്നുള്ള പോർഷനിൽ കട്ട് ചെയ്യാം. അവിടെ ഈ പോർഷനിൽ കട്ട് ചെയ്യുക. അവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്, കണ്ടോ. DE കട്ട് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തു. ഇനി അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അതായത് ഈ ഇത്രയും പോർഷൻ ഇപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, ഈ എഫ് നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി ഇവിടെ നിന്ന് ഇത്രയും വരെ ആണ്, എഫ് നിന്ന് ഇയിലേക്ക് 4 ഉണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x-4 ആയിരിക്കും. ദെൻ x-4/2 ഡിസ്റ്റൻസിലായിരിക്കും ഈ പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നത്. അതിന് FBD വരച്ചിട്ടുണ്ട്, ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ 2 × x-4 ഇത് ആക്ട് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? x-4/2 ആണ്.
അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ ഇസ് ഈക്വൽ ടു -4, ഈ 4 അത് താഴേക്ക്, -2 × x-4, രണ്ട് ഫോഴ്സേ ഉള്ളൂ. അപ്പോൾ -2 -4 -2 × x-4. അപ്പോൾ ലീനിയർ ഇക്വേഷൻ ആണ്. ഷിയർ ഫോഴ്സ് അറ്റ് ഇ കിട്ടണമെങ്കിൽ എത്രയാണ്? ഈ ഡിസ്റ്റൻസ് കൊടുക്കുക, 4, x is equal to 4. അപ്പോൾ -4 × 2 -4 -2 × 4 -4 kN. ഇയിൽ 4 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, മുകളിലേക്കായിരിക്കും. ഷിയർ ഫോഴ്സ് അറ്റ് ഡി കിട്ടണമെങ്കിൽ എത്ര കൊടുക്കണം? ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്ന് പറയുമ്പോൾ x is equal to 7 കൊടുക്കണം. ഷിയർ ഫോഴ്സ് അറ്റ് ഡി കിട്ടണമെങ്കിൽ -4 -2 × 7 - 4 ഇറ്റ് ഈസ് ഈക്വൽ ടു -10 kN അപ്വേഡ്. അപ്പോൾ -10 ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അവിടെ ഇവിടെ കണ്ടോ. അപ്പോൾ -10 എന്ന് പറയുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് സെക്ഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് മുകളിലേക്ക് ആയിരിക്കും. അപ്പോൾ ഇവിടെ വരും. അപ്പോൾ 4 നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക്. അപ്പോൾ നമ്മൾ 10 സ്കെയിൽ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് 10 mm, ഇവിടെ നിന്നൊട്ടാണ് 10 mm കേട്ടോ. ഈ ഹൈറ്റ് 10 mm എടുത്ത് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ 20, കുറച്ചുകൂടി ഹൈറ്റ് വേണമെങ്കിൽ 20 എടുക്കാം, ഡബിൾ ആയിട്ട് എടുക്കാം. അപ്പോൾ 10 മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് ബെൻഡിങ് മൊമെന്റ് 37 kN കിട്ടുന്നുണ്ട് പോയിന്റ് ഡിയിൽ. ഈൽഡ് ഓൾറെഡി കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ടേക്ക് മൊമെന്റ് അബൌട്ട് എക്സ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് അബൌട്ട് സെക്ഷൻ എന്ന് പറയുമ്പോൾ -4, ഇത് ക്ലോക്ക് വൈസ് മൊമെന്റ് നെഗറ്റീവ്, -4x -2 × x-4 ആണ്. അത് ഫോഴ്സ് ആയിട്ടുള്ളൂ. ഇനി അവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. സെക്ഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര വേണം? x-4/2. അപ്പോൾ ഇൻറ്റു x-4/2. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4x -2 × x-4 × x-4/2. 2 × 2 ക്യാൻസൽ ചെയ്യും. then -4x -x-4 ഹോൾ സ്ക്വയർ. അപ്പോൾ x² ടേം വരും. അപ്പോൾ അത് പരാബോളിക് ആണ്, കർവ്ഡ് ആയിരിക്കും. അപ്പം ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇ എന്ന് പറയുന്നത് 4 കൊടുക്കുക, x = 4 കൊടുക്കുക. അപ്പോൾ -60 kN ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി എന്ന് പറയുമ്പോൾ x = 7 കൊടുക്കുക. then -4 × 7 7 - 4 ഹോൾ സ്ക്വയർ. അപ്പോൾ -37 kN കണ്ടോ, -37 കിട്ടി. ഇനി നമുക്ക് അടുത്ത പോർഷൻ എന്ന് പറയുന്നത് സി ഡി ആണ്. കൺസിഡർ പോർഷൻ സി ഡി. സി ഡിയിൽ ഇപ്പോൾ ഒരു ഇത് വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരും, 6 kN വരും, പിന്നെ 4 kN വരും. ഇവിടെ എന്താണ് 4 kN ആണ് ഇത് കേട്ടോ. അടുത്ത പോർഷൻ സി ഡി. പോർഷൻ സി ഡി എടുക്കുമ്പോൾ സിക്കും ഡിക്കും ഇടയിൽ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ എഫ് ഇന്ന് എക്സ് ഡിസ്റ്റൻസിൽ കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഇതിൻ്റെ നമ്മൾ ഈ പോർഷന് ഇത് കൺവേർട്ട് ചെയ്ത് പോയിന്റ് ലോഡ് ആക്കണം. പോയിന്റ് ലോഡ് ആക്കി ഇവിടെ വരച്ചിട്ടുണ്ട്. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ്, ആ ലോഡ് ആക്ട് ചെയ്യുന്ന ഇവിടെ ഇ തൊട്ട് ഇക്കും സെക്ഷനും ഇടയിൽ അതിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പോയിന്റ് ലോഡ് എന്ന് പറയുന്നത് 2 × അപ്പോൾ ഈ ഡിസ്റ്റൻസ് x-4 ആണ്. 2 × x-4 2 kN/m ആണല്ലോ. അപ്പോൾ 2 × x-4 ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x-4/2 ആണ്. ഇനി നമുക്കിനി ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈക്വൽ ടു -4, ഇവിടെ -4, പിന്നെ -6, പിന്നെ -2 × x-4. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ഡി കണ്ടുപിടിക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്ന് പറയുന്നത് അറ്റ് x = 4 വരുമ്പോഴാണ്. അപ്പോൾ x = 4 കൊടുത്തു കഴിഞ്ഞാൽ 7 വരുമ്പോഴാണ്, x7 വരുമ്പോഴാണ് ഡി എന്നുള്ള പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ -16 kN മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഷിയർ ഫോഴ്സ് അറ്റ് സി വരുന്ന അറ്റ് x = 10 വരുമ്പോഴാണ് സി. പോയിന്റ് സി. അപ്പോൾ പോയിന്റ് സി എന്ന് പറയുന്നത് x = 10. അപ്പോൾ x = 10 വരുമ്പോൾ ഷിയർ ഫോഴ്സ് എത്രയാണ് അറ്റ് സി എന്ന് പറയുന്നത് -22 kN. അപ്പോൾ -22 kN. അപ്പോൾ നമുക്ക് ഇവിടെ ഷിയർ ഫോഴ്സ് ഡി കിട്ടി. ഇവിടെ നേരത്തെ 10 ആയിരുന്നു. ഇനി ഇപ്പോൾ ഷിയർ ഫോഴ്സ് 16 കിട്ടി. -16 വന്നപ്പോൾ അത് നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് മുകളിലേക്ക് എടുക്കുക.
അപ്പോൾ 10 നിന്ന് നേരെ 16ലേക്ക് പോവാം. അപ്പോൾ 10 നിന്ന് 16ലേക്കാണ് പോകുന്നത്. അതായത് ഇവിടെ വരെ ഇവിടെ തൊട്ട് ഇത്രയും വരെ 10 ഉണ്ട്, ദെൻ ഇവിടെ തൊട്ട് ഇത്രയും വരെ ടോട്ടൽ 16 ആണ്. ഇവിടെ തൊട്ടാണ് കേട്ടോ, ബേസ് തൊട്ട് ഇത്രയും വരെയാണ് 16 ഉള്ളത്. അപ്പോൾ 10 നിന്ന് ഒരു 6 കൂടുന്നത് മുകളിലേക്ക്, 10 നിന്ന് ഒരു 6 മുകളിലേക്ക് കൂടുന്നത്. അത് മാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് 22, അപ്പോൾ ഇവിടെ നിന്ന് 22 mm എടുക്കുക, അല്ലെങ്കിൽ 44 ഡബിൾ എടുത്തിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഷിയർ ഫോഴ്സ് കിട്ടി. ഇനി ബെൻഡിങ് മൊമെന്റ് കിട്ടണം. പോർഷൻ സി ഡിയിൽ ഇടയ്ക്കുള്ള ബെൻഡിങ് മൊമെന്റ്. ടേക്ക് മൊമെന്റ് അബൌട്ട് സെക്ഷൻ. ഇനി മൊമെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ 4 ഇൻറ്റു എക്സ്, അപ്പോൾ -4 ഇൻറ്റു എക്സ്, പിന്നെ വരുന്നത് 6 ആണ്. അപ്പോൾ -6 ഇൻറ്റു എക്സ് മൈനസ് 7, -6 ഇൻറ്റു എക്സ് മൈനസ് 7, പിന്നെ വരുന്നത് ഇതാണ്. അപ്പോൾ -2 ഇൻറ്റു എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 4/2, അപ്പോൾ -2 ഇൻറ്റു എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 4/2. അപ്പോൾ ഈ 2 2 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ടേം വരുന്നതുകൊണ്ട് ഇത് ഒരു പരാബോളിക് ആയിരിക്കും, പരാബോളിക് ഇക്വേഷൻ ആയിരിക്കും. ദർഫോർ ഇനി അടുത്ത ബെൻഡിങ് മൊമെന്റ് ആയിട്ട് ഡി എന്ന് പറയുന്നത് x=7 വരുമ്പോൾ -37, അത് നേരത്തെ കിട്ടിയായിരുന്നേനോ. ഇനി ബെൻഡിങ് മൊമെന്റ് ആയിട്ട് സി എന്ന് പറയുമ്പോൾ x=10 കൊടുത്തു കഴിഞ്ഞാൽ -94 കിലോ ന്യൂട്ടൺ മീറ്റർ, അത് താഴേക്ക് വരും, -94 കിലോ ന്യൂട്ടൺ മീറ്റർ ഉണ്ടോ സിയിലെ ബെൻഡിങ് മൊമെന്റ്. 37 നേരത്തെ കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ വരയ്ക്കും. ഇത് പരാബോളിക് ഇക്വേഷൻ ആയതുകൊണ്ട് ഇവിടുന്ന് കർവാണ്, ഇവിടുന്ന് ഇങ്ങോട്ടും കർവാണ്, ഇവിടുന്ന് ഇങ്ങോട്ടും കർവാണ്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ബി സി ആണ്. അപ്പോൾ ടേക്ക് എ സെക്ഷൻ ബിറ്റ്വീൻ ബി ആൻഡ് സി. ടേക്ക് എ പോർഷൻ ബി സി ആണ്. ബി സിയുടെ ഇടയ്ക്ക് സെക്ഷൻ എടുത്തു, എന്നിട്ട് നമ്മൾ ആ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തു. ഇനി ഇവിടെയും ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ നമുക്ക് പോയിന്റ് ലോഡാക്കി കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ വരുന്നത് 4 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ വരുന്നത് 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, അതായത് 2 ഇൻറ്റു 18 കിലോ ന്യൂട്ടൺ, 18 അല്ല 12 കിലോ ന്യൂട്ടൺ, 12 ആണ് വരുന്നത്. അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 12. അപ്പോൾ 6 കിലോ ന്യൂട്ടനും 6 കിലോ ന്യൂട്ടൺ, ഈ 6 കിലോ ഇവിടെ വേറൊരു കേസ് കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഓൾറെഡി 6 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഈ സി ആൻഡ് ഇ, സിഇയുടെ സെൻറ്ററാണ് ഇവിടെ വരുന്നത്. അതായത് ഈ ഇതിൻ്റെ ഇവിടുന്ന് ഇപ്പുറത്തേക്ക് 3 ആണ്, ഇപ്പുറത്തേക്കും 3 ആണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് കറക്റ്റ് പോയിന്റ് ഡി തന്നെ വരും. അപ്പോൾ പോയിന്റ് ഡി തന്നെ ഇതിൻ്റെ പോയിന്റ് ലോഡ് വരും, ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ. അപ്പോൾ 6 കിലോ ന്യൂട്ടനും പിന്നെ ഇതിൻ്റെ നമ്മൾ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ആ ഡിസ്റ്റൻസ് എത്രയാണ്, 6, 12 കിലോ ന്യൂട്ടൺ. അപ്പം 6 കിലോ ന്യൂട്ടനും 12 കിലോ ന്യൂട്ടനും ഒരുമിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കി, രണ്ടും ഒറ്റ പോയിന്റിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ ആരോ എന്ന് പറയുന്നത് 6 കിലോ ന്യൂട്ടൺ ഉണ്ട്, പിന്നെ പ്ലസ് 12 കിലോ ന്യൂട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഷിയർ ഫോഴ്സ് കിട്ടുകയാണെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എന്ന് പറയുന്നത് 4 -4 ഇവിടെ വരും, -4, പിന്നെ ഇവിടെ വരുന്നത് എത്രയാണ്, 12 ഉണ്ട്, 12 6 കൂടി ഒന്നിച്ചാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ടോട്ടൽ 18, -18, ഇനി -4, ഇത് -4 വരും. അപ്പോൾ ടോട്ടൽ -26 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ 26 കിലോ ന്യൂട്ടൺ ആണ് ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ വരുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി എന്ന് പറയുന്നത് 26 ആണ്, ബിയിലും സിയിലും ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 26 കിലോ ന്യൂട്ടൺ മുകളിലേക്കായിരിക്കും. അപ്പം ബിയിലും സിയിലും 26 തന്നെ. അപ്പോൾ ബി തൊട്ട് അപ്പോൾ സി ഇവിടെ എന്താണ്, സിയിൽ ഇവിടെ നേരത്തെ 22 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴത്തെ 26 ആയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നിട്ട് ഇത്രയും വരെയാണ് 26, അപ്പോൾ 22, അപ്പോൾ ഒരു 4 കൂടി ഇൻക്രീസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരിക. ഇനി ഇവിടെ നിന്നിട്ട് ഇത്രയും വരെ 26 ആണ്. അപ്പോൾ ഇവിടെ വരെ 26 എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ബെൻഡിങ് മൊമെന്റ് ആണ്. അപ്പോൾ ടേക്ക് മൊമെന്റ് അബൌട്ട് എക്സ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അബൌട്ട് സെക്ഷൻ എന്ന് പറയുമ്പോൾ -4 ഇൻറ്റു -4 ഇൻറ്റു എക്സ് വരും, പിന്നെ -18 ഇൻറ്റു എക്സ് മൈനസ് 7, അപ്പോൾ ഇത് -18 ഇൻറ്റു എക്സ് മൈനസ് 7. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 7 എക്സ് മൈനസ് 7 ആണ്. അത് ഇവിടെ നിന്നിട്ട് ഇത്രയും വരെ 7 ഉണ്ട്, അത് എക്സിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ -18 ഇൻറ്റു എക്സ് മൈനസ് 7 -4 ഇൻറ്റു എക്സ് മൈനസ് 10, ഇത് 4 ഇൻറ്റു എക്സ് മൈനസ് 10. ഇതാണ് ബെൻഡിങ് മൊമെന്റ് വരുന്നത്. അത് ലീനിയർ ആണ്.
എക്സ് സ്ക്വയറിൻ്റെ ടേം വന്നില്ല. ദെൻ ഇനി നമുക്ക് എക്സ് ഇസിക്കൽ ടു 10 കൊടുത്തു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി -94. അത് കഴിഞ്ഞുള്ള കേസിൽ കിട്ടി തന്നെയാണ്. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി കൊടുക്കണമെങ്കിൽ എക്സ് ഇസിക്കൽ ടു 12 കൊടുത്തു കഴിഞ്ഞാൽ -146 കിലോ ന്യൂട്ടൺ. അപ്പോൾ -146, ആ -146 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ. ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് പോർഷൻ എ ബി ആണ്. ലാസ്റ്റ് പോർഷൻ എ ബി വരുമ്പോഴും നമുക്ക് ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 6 കിലോ ന്യൂട്ടൺ കൂടി കൂടിയിട്ടുണ്ട് ലാസ്റ്റ് സെക്ഷൻ എടുക്കുമ്പോൾ. അപ്പോൾ പോയിന്റ് ലോഡ് 6 ഉണ്ട്, 4 ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എത്ര വരും? ഇവിടെ ഓൾറെഡി 6 ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 12 കൂടി വരും ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ 12ഉം 6 ഒരുമിച്ചാണ് ആക്ട് ചെയ്യുന്നത്, കണ്ട 18 വരും. അപ്പോൾ ടോട്ടൽ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്, ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നുള്ളത് ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. എത്ര വരും? 4. അപ്പോൾ -4, എല്ലാം മൈനസ് ആയിരിക്കും, എല്ലാം താഴേക്കല്ല ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 4, അപ്പോൾ 12 6 18, 18 4 22, 4 26, 32 mm ആണ്. അപ്പോൾ ബി തൊട്ട് എ വരെ ആക്ട് ചെയ്യുന്നത് 32 കിലോ ന്യൂട്ടൺ. ഇവിടെ വരെ 26 ഉണ്ടായിരുന്നു. ഇനി ഒരു 6 കിലോ ന്യൂട്ടൺ കൂടി കൂടും. 32 എത്തിക്കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ 32 ആണ്. എൻഡ് എത്തിക്കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി വേണ്ടത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ടേക്ക് മൊമെന്റ് അബൌട്ട് സെക്ഷൻ. ദെൻ മൊമെന്റ് അബൌട്ട് സെക്ഷൻ എടുക്കുമ്പോൾ -4, ഇതാണ് -4 × x, -18 × x - 7, -4 × x - 10, -6 × x - 12. ഇതാണ് ബെൻഡിങ് മൊമെന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി, എക്സ് ഇസിക്കൽ 12 കൊടുത്തു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് ബി കിട്ടും. അത് -146 കിലോ ന്യൂട്ടൺ മീറ്റർ. അതുപോലെ എക്സ് ഇസിക്കൽ 14 കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെ, അതായത് ലെഫ്റ്റ് എൻഡിൽ ബെൻഡിങ് മൊമെന്റ്, പോയിന്റ് എയിൽ ബെൻഡിങ് മൊമെന്റ് കിട്ടും. ഇസിക്കൽ -210 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ -210, ഇവിടെ -210, അവിടെ -146 കിലോ ന്യൂട്ടൺ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി എൻഡിലെത്തി, ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് ഫിഗർ ക്ലോസ് ചെയ്യാം, ഷെയ്ഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പോൾ ഇത് ട്യൂട്ടോറിയൽ ക്ലാസ് ഇട്ടോ, ഫസ്റ്റ് ട്യൂട്ടോറിയലാണ് മൊഡ്യൂൾ 3. ഓക്കെ.